ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ബിഗിനറായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ 1 മാസം 2 മാസം 1 കൊല്ലം 2 കൊല്ലം ട്രേഡിങ്ങിന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊരു ബിഗിനർ സ്റ്റേജിൽ തന്നെയായിരിക്കും കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണ്ട ഒരു ബിഗിനേഴ്സ് ലെവൽ വീഡിയോ ഉണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ട്രേഡിങ്ങിനെ കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അത് എക്സ്ട്രീം സ്റ്റഡി അല്ല, ഒന്നുമല്ല. മനസ്സിലായില്ലേ? അതിലൊരു ടെക്നിക്കും ഇല്ല, ഒന്നുമില്ല. എന്താണ് ട്രേഡിങ്, എങ്ങനെയാണ് ബൈ സെല്ല്, എന്താണ് ഓപ്ഷൻ ചാർട്ട്, എന്താണ് ഓപ്ഷൻ ചെയിൻ, ഓപ്ഷൻ ഗ്രീക്സ്, OA ഡാറ്റ എന്താണ്, OAയുടെ ചേഞ്ച് എന്താണ്, സ്ട്രൈക്ക് എങ്ങനെയാണ്, അവിടെ എന്താണ് നടക്കുന്നത്, ഇതൊക്കെയാണ് ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ടോപ്പിക്ക്. മനസ്സിലായില്ലേ? അതിനോട് ഫസ്റ്റ് തന്നെ പോയിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിൽ കുറേ കാശുണ്ടാവും. കുറച്ച് കാശുള്ള ആൾക്കാരുണ്ടാവും. അതായത് 10,000 കയ്യിലുള്ള ആളുണ്ടാവും, 10 ലക്ഷം കയ്യിലുള്ള ആളുണ്ടാവും, 10 കോടി കയ്യിലുള്ള ആളുണ്ടാവും. ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. മനസ്സിലായില്ലേ? ഇവർക്കൊക്കെയും ബേസിക്കലി ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടാവും. മീൻസ് ട്രേഡിങ്ങിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാവും. ഒരു കുറേ വീഡിയോസുകൾ ഉണ്ടാവും, മനസ്സിലായിണ്ടാവില്ല. എല്ലാത്തിനും കുറേ പാറ്റേൺസും കുറേ ക്യാൻഡിൽസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് വരാം കേട്ടോ. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നല്ല ട്രേഡർ ആണെങ്കിലും ബേസ്മെൻറ്റ് കറക്റ്റായിരിക്കണം. ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ട്രേഡർ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മളൊരു ട്രേഡിങ്ങിന് ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വിംഗ് ട്രേഡിങ് ആണെങ്കിലും ട്രേഡിങ് ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും ശരി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ലെവലിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, ബിഗിനർന്ന് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഈ ഒരു സെറ്റപ്പ് പൊതുവെ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടേക്കണത്. ബിഗിനറിന് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് അടിക്കാൻ പറയുക, എന്നിട്ട് വീഡിയോ സെൻഡ് ചെയ്ത് തുടങ്ങുന്ന പരിപാടി. അത് നമ്മളിവിടെ യൂട്യൂബിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് താല്പര്യമുള്ളവർക്ക് ബിഗിനറിന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ടെലിഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുക, എനിക്ക് DM ചെയ്യുക. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾക്കത് ചോദിക്കാൻ ആർക്കൊക്കെയാണോ എല്ലാവർക്കും ലൈഫ് ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ആ ഫയൽ സെൻഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് ആ ഫയൽ കണ്ടാൽ മതി. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും, എന്താണ് ട്രേഡിങ്, എന്താണ് സംഭവിക്കുന്നത് ട്രേഡിങ്ങിൽ. ഇതൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആ വീഡിയോ മാത്രം കണ്ടാൽ മതി. അത് തികച്ചും ഫ്രീ ആണ് കേട്ടോ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ടെലിഗ്രാമിൽ കയറിയിട്ട് ഇറങ്ങിയാലും എനിക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണും. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ബിഗിനറിന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇന്ന് നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടിയുള്ള ദിവസമാണ്, നല്ല അടിപൊളി ടാർഗറ്റുകൾ വന്നുള്ള ദിവസമാണ്. നിഫ്റ്റിയിൽ ഒരു 150 പോയിൻ്റ് ഒരു ട്രേഡിൽ, സെൻസസിലൊരു 1:10, അതായത് ഒരു 400 പോയിൻ്റ് പ്രോഫിറ്റ് വന്നിട്ടുള്ള ദിവസമാണ്. ഇതല്ലാണ്ട് തന്നെ SLകളും ഉണ്ട് കേട്ടോ. 2 SL അടുപ്പിച്ചടിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിലാണ്. SL ഇല്ലാണ്ടൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നിഫ്റ്റി ലെവൽസ്. 15-ാം തീയതി ഡേറ്റ്. എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കി നോക്കുക. 1 വേല നല്ല മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കാര്യം ഈ ഒരു എൻട്രി, ഈ ഒരു വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കേട്ടോ. അത് ഉച്ച കഴിഞ്ഞിട്ടാണ്. അതായത് 25 രൂപ വില മാത്രം വരുന്നൊരു നിഫ്റ്റി സ്ട്രൈക്ക് ഒരു 200 രൂപയ്ക്ക് പോകുന്നൊരു ടെക്നിക്ക്. അങ്ങനത്തെ ഒരു ട്രേഡ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ട്രേഡ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്പോട്ടിൻ്റെ കാര്യങ്ങൾ. സ്പോട്ട് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. റെസിസ്റ്റൻസിനൊക്കെ കറക്റ്റായിട്ട് ബ്രേക്ക് ആക്കി നമ്മൾ നോക്കുക. ഇവിടെ കറക്റ്റായിട്ട് നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ട് തന്നെയാണ് പോയിക്കുന്നത്. റെസിസ്റ്റൻസിലാണെങ്കിലും നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ട് തന്നെയാണ് മൂവ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത റെസിസ്റ്റൻസിലേക്കാണ് നിഫ്റ്റി പോണത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബീറിഷായിട്ട് അടിയിലേക്ക് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസൊക്കെ വരയ്ക്കാൻ പഠിക്കുക, നോക്കാൻ പഠിക്കുക. എന്നാലേക്കാണ് നല്ല മൂവ്മെൻറ്റുകൾ കിട്ടുക. നമ്മൾ ഇത്രയും സ്ട്രൈക്കുകൾ നോക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം സ്ട്രൈക്കുകളൊന്നും ഉണ്ട്. ഇത് പേഴ്സണലി ചോദിച്ചവർക്കും അല്ലാണ്ട് ഞാൻ കുറേ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങൾ മിസ്റ്റേക്കുകൾ കുറയ്ക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. മിസ്റ്റേക്കുകൾ കുറയ്ക്കുക. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ 10 പോയിൻ്റ് SL. ഈ 10 പോയിൻ്റ് SL എങ്ങനെ പ്രൊട്ടക്റ്റ് ആക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാനിവിടെ ഇരുന്ന് 10 പോയിൻ്റ് SL വെക്കേണ്ടതെന്ന് പറയുള്ളൂ. അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എൻട്രി എടുക്കാൻ നോക്കണം. കറക്റ്റായിട്ട് ഫണ്ട് മാനേജ് ചെയ്യണം. ലോട്ടുകൾ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ലോട്ട് ചേഞ്ച് ചെയ്യണ പരിപാടി നടക്കണ കാര്യമല്ല. നിങ്ങളിപ്പോൾ ഒരു ട്രേഡിൽ ഒരു ലോട്ട് എടുത്തു, പിന്നത്തെ ട്രേഡിൽ 5 ലോട്ട് എടുത്തു, പിന്നെ ഒരു ലോട്ടിലേക്ക് വന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ പോകുള്ളൂ. എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ലോട്ടിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. ചിലപ്പോൾ 5 ലോട്ടിൽ ചെറിയൊരു SL ആയിരിക്കും. നിങ്ങൾ ചെറിയൊരു SL വന്നാൽ വരെ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ പ്രോഫിറ്റ് പോവും, അത്യാവശ്യം ക്യാപിറ്റലിൽ നിന്നും പോവും.
മനസ്സിലായാലും. ഇപ്പോൾ എടുക്കണ ലോട്ട് സൈസ് ഉണ്ടെങ്കിൽ എടുക്കണ ലോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ നോക്കുക. അതിപ്പോൾ ചെറിയ പ്രൈസ് ആണെങ്കിലും വലിയ പ്രൈസ് ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിം ലോട്ട് തന്നെ എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് അത്രയും കൺവിഷനുള്ള ട്രേഡുകൾ മാത്രം, ഭയങ്കരമായിട്ട് മൂവ്മെൻറ്റുള്ള ട്രേഡുകൾ മാത്രം നിങ്ങൾ ലോട്ട് കൂട്ടിക്കോ. അതിനിപ്പോൾ ഒന്നും പറയാനില്ല, ആ ലോട്ട് കൂട്ടിയിട്ട് എടുക്കാം. ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു മൊമെൻറ്റം വന്നത്. രാവിലെ മൊമെൻ്റ് ഉണ്ട്. ഇന്ന് ടോട്ടലി ഞാൻ പറയണത്, ഇന്ന് ടോട്ടലി നിഫ്റ്റിയിൽ ഭയങ്കര ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അത് പടിയിലേക്കാണെങ്കിലും മുകളിലേക്കാണെങ്കിലും സി ആണെങ്കിലും ബി ആണെങ്കിലും നല്ല ഹ്യൂജ് മൊമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെ ട്രേഡ് എടുത്താലും ഒരു പ്രോഫിറ്റിക്ക് വരുന്ന രീതിയിലുള്ള പരിപാടിയായിരുന്നു നിഫ്റ്റി ചെയ്തത്. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എക്സാക്റ്റ് അത്യാവശ്യം വില കുറവ് തന്നെ എടുക്കാൻ നോക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഒരു പടത്തിൽ പറയുന്നുണ്ട്, നമ്മൾ 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങണം, അതിന് 20 രൂപയ്ക്ക് വിൽക്കണം. അത്ര ഉള്ള കാര്യം. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 10 രൂപയ്ക്ക് വാങ്ങണം, പക്ഷേ ഈ വാങ്ങണ പ്രൈസ് നിങ്ങൾ 10 രൂപയ്ക്ക് തന്നെ വാങ്ങണം. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. നിങ്ങൾ 15 രൂപയ്ക്ക് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് എൽ ഇടുന്നത് 5-ലാവും. നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങി കഴിഞ്ഞാൽ എസ് എൽ ഇടുന്നത് 0-ആണ്. മനസ്സിലായത്? ഇപ്പോൾ റിസ്കുകൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഹൈ റിസ്കുകൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എസ് എല്ലുകൾ പോവും. എസ് എല്ലുകൾ പോയി നിങ്ങൾ മാർക്കറ്റിന് ഔട്ടാവും. നിങ്ങൾ ഔട്ടാക്കിയിട്ടാവും മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. പിന്നെ ചാടിക്കാരൻ്റെ വരും. ഞാനൊന്നിനും ഒരു എതിരൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ചാടിക്കാർ പ്രോഫിറ്റ് എടുത്താലും ഇല്ലെങ്കിലും ഇപ്പോൾ കറക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്ത് പോയാലും ഏതാണെങ്കിലും ഓക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഇതിന് എതിരൊന്നുമല്ല. നമ്മളൊരു കാര്യം പറയണം, നിങ്ങളതിൻ്റെ വിപരീതം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് വരാം, ലോസ് വരാം. പക്ഷേ എനിക്ക് ഇവിടെ നിന്നിട്ട് പറയാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? എന്തൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരിക, അങ്ങനത്തെ ഒരു കാര്യം പറ്റുള്ളൂ. ഞാനൊരു അക്കൗണ്ട് ഞാൻ ലിങ്കും ചെയ്യണില്ല, നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരു സംഭവത്തിൽ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടും ഇല്ല, ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ ഫ്രീ സർവീസ് തന്നെയാണ്. പെയ്ഡ് ഇപ്പോൾ ഫ്രീ അല്ല, പെയ്ഡ് തന്നെയാണ്. അത് ചെറിയൊരു എമൗണ്ടാണ് നിങ്ങൾക്ക് വരുന്നുള്ളൂ. അതിൽ ഇഷ്ടം പോലെ സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ട്രേഡ്സിൻ്റെ കുറവ് എന്തായാലും വരില്ല. പക്ഷേ അതെങ്ങനെ മാനേജ് ചെയ്യണം, നിങ്ങളുടെ ഫണ്ട്, നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങളുടെ ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യണം, അത് നിങ്ങൾ തീരുമാനിക്കണം. അതിനിപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ കറക്റ്റ് ഡിസ്കൗണ്ട് ഡിമാൻഡിലൊക്കെ എടുത്താലാണ്, അല്ലെങ്കിൽ ലിമിറ്റിൽ എടുക്കാൻ പഠിച്ചാലാണ് നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു ഹെയ്റ്റായിട്ട് തോന്നേണ്ട കാര്യം, ഒരു വിഷമിക്കേണ്ട കാര്യമായിട്ടല്ല. ഞാൻ കോമൺലി പറഞ്ഞാണ്, ഗ്രൂപ്പിലുള്ള ആൾക്കാരനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ല. അത് ഞാൻ പറയാം. ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ് ഗ്രൂപ്പിലുള്ളവരുടെയും ഇനി കയറാൻ സാധ്യതയുള്ളവരുടെയും അങ്ങനത്തെ ആൾക്കാർക്ക് കുറേ ഡൗട്ടുണ്ട്. ഫ്രീ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പേരിൽ കയറണ വേണ്ടേ. അപ്പോൾ അതൊക്കെ അതൊക്കെ ഒന്ന് ക്ലിയർ ആവണം. ഇങ്ങനെയാണ് അങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് അറിയുകയാണ് ഇന്നലത്തെ വീഡിയോ. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ആർക്കൊരു ഹെയ്റ്റായിട്ടോ ഒരു ദേഷ്യത്തിന് തോന്നേണ്ട കാര്യമില്ല. ഇതൊക്കെ ചെയ്താലാണ് ട്രേഡിങ് സക്സസ് ആകാൻ പറ്റുള്ളൂ. അല്ല ഓടിച്ചെന്നിട്ടൊന്നും എവിടെ നിന്നും ആരും എടുത്ത് വെച്ചിട്ടില്ല. അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഒപ്പം നിൽക്കാനും പറ്റില്ല. കാര്യങ്ങൾ വളരെ ഈസിയാണ്. മനസ്സിലായി? നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറയണതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതൊന്നും എൻ്റെ വിഷയമല്ല കേട്ടോ. അങ്ങനത്തെ ആൾക്കാർ ഗ്രൂപ്പിൽ ഇരിക്കണ്ട, പേടിലിരിക്കണ്ട, അത്രയുള്ള കാര്യം. പക്ഷേ ഇതൊക്കെ ചെയ്താലാണ് നിങ്ങൾ സക്സസ് റേറ്റിലേക്ക് വരുള്ളൂ. അത് ഞാൻ വേണമെങ്കിൽ 100% പറയാം. ഇതൊക്കെ ചെയ്താലാണ് പറ്റുള്ളൂ. നിങ്ങൾ ആരോടൊപ്പം പഠിച്ചാലും ശരി, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാലും ശരി, ഇനി ഇപ്പോൾ ആരുടെ ഒപ്പം പോയാലും ശരി, മനസ്സിലായാലും എവിടെ പഠിച്ചാലും ശരി, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കിയാൽ തന്നെ പറ്റുള്ളൂ. പിന്നെ കൺസിസ്റ്റൻസിയാണ് മെയിൻ സാധനം. നിങ്ങൾ പഠിച്ച സാധനം കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യണം. അതാണ് കൺസിസ്റ്റൻസി. നിങ്ങൾ ഡെയിലി പ്രോഫിറ്റ് എടുക്കണോ ലോസ് എടുക്കണമെന്നല്ല കൺസിസ്റ്റൻസി. നിങ്ങൾ പഠിച്ച റോള് ഡെയിലി ഫോളോ ചെയ്യുമ്പോഴാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം വരുള്ളൂ. അത്രയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ളൂ, ചെയ്യാനുള്ളൂ. ഇന്നലത്തെ ഈ വീഡിയോ നിങ്ങൾ കാണുക, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കിത് ഇത്രയും സ്ട്രൈക്കുകളുണ്ടായിരുന്നത്. നമുക്ക് അടിപൊളി ട്രേഡുകളൊക്കെ വന്നിട്ടുണ്ട്. കുറേ കിട്ടാത്തതുണ്ട്, കുറേ കണ്ടീഷൻ ആക്റ്റീവ് ആവാത്തതുണ്ട്, ചിലതൊക്കെ ചെറിയ പ്രൈസിനുള്ളതുണ്ട്. വീഡിയോ തുടക്കത്തിൽ കണ്ടായിരുന്നു 20 രൂപയുടെ സ്ട്രൈക്ക് 200 രൂപയ്ക്ക് പോയിരുന്നു. അതും ഉണ്ട്. എല്ലാ സെഗ്മെൻറ്റും ഇന്ന് അവൈലബിൾ ആണ്. സാറേ ഇന്ന് ഫസ്റ്റ് ഉണ്ടായിരുന്ന ട്രേഡുകളൊക്കെ 24,650 PE-ലേക്കായിരുന്നു. പേര് നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മുടെ ഒരു കണ്ടീഷനിൽ വരാത്ത ട്രേഡുകളാണ്. ഇതും വന്നിട്ടില്ല. എൻ്റെ മുകളിലത്തെ ലെവൽ ഞാൻ കൊടുത്തിട്ടില്ല. അവിടെ ഗ്രൂപ്പിൽ 130 എന്ന് പറഞ്ഞ ലെവൽ കൊടുത്തിട്ടില്ല. പക്ഷേ അവിടെ ആക്ടിവേറ്റ് അല്ല. കണ്ടില്ലേ, റെഡ് ക്യാനിൻ്റെ അടിയിലാണ് ക്ലോസ് ചെയ്തേക്കണേ. ആക്ടിവേറ്റ് അല്ല. ഇപ്പോൾ മിസ്സായി പോയ ട്രേഡുകളാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു അഗ്രസീവ് എൻട്രി എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 100 പോയിൻ്റ് പോയിട്ടുണ്ടാവും, 120 പോയിൻ്റ് പോയിട്ടുണ്ട്. അത്രയുള്ള കാര്യം. പക്ഷേ ഇതിൽ പ്രോപ്പർ എൻട്രികളില്ല കേട്ടോ. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആണ്. അത്യാവശ്യം 6 രൂപ 5 രൂപ വ്യത്യാസത്തിന് കിട്ടണമുണ്ട്. സംഭവമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു 2 രൂപ 3 രൂപ റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിലാണ് ഞാൻ സെപ്പറേറ്റ് പറയാറ് ഇത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് നോക്കി. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്തത്. അത്രയുള്ള കാര്യം. നമുക്ക് 2 എസ് അടിച്ചാണ്. അത് സെയിം പ്രൈസിൽ തന്നെയാണ്. 24,500 PE-ലാണ്.
ഇത് 2 SL-ആണ്. 2 വട്ടം കയറി 2 വട്ടം SL അടിച്ചു. അവിടെ പിന്നെ ഒന്നും കഥകൾ പറയാല്ലേ, SL-ആണ്. 10 പോയിന്റ് വെച്ചിട്ട് 2 ട്രേഡിൽ പോയിട്ടുണ്ട്. നമ്മൾ രാവിലെ കൊടുത്തുള്ള ട്രേഡ് തന്നെയാണ്. 81,300 P സെൻസസിലാണ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന ട്രേഡാണ്. ഈ ഫസ്റ്റ് ട്രേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് എടുത്ത ശേഷം 10 ക്യാനിൽ ഹോൾഡ് ചെയ്യുക. 10 ക്യാനിൽ ഹോൾഡ് ചെയ്ത ശേഷം നിങ്ങൾ എടുത്ത പ്രൈസിന് കോസ്റ്റ് കോസ്റ്റ് ഇടുക. അങ്ങനെ ലിമിറ്റ് നിർത്തിയ ആൾക്കാർക്ക് ഈ സംഭവം കോസ്റ്റ് കോസ്റ്റ് അടിക്കില്ല, ഒന്നും അടിക്കില്ല. കറക്റ്റായിട്ട് 200 പോയിന്റ് പോയിട്ടുള്ള ട്രേഡാണ്. 10 ക്യാനിൽ വെയിറ്റ് ചെയ്താലും നിങ്ങളുടെ കോസ്റ്റ് അടിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. പക്ഷേ വെയിറ്റ് ചെയ്തവർക്കാണ് ഇതൊക്കെ കിട്ടുള്ളൂ, അത് വേറെ കാര്യം. ഇനി വേറെ ലെവലിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, 721 പറഞ്ഞ ലെവലുണ്ടായിരുന്നു. അത് 120 പോയിന്റ് അതിൻ്റെ മുകളിൽ പോയിട്ടുള്ള ട്രേഡാണ്. ഇത് തിരിച്ച് കയറുമ്പോൾ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റായിക്കൊന്നുമില്ല. പക്ഷെ അതൊന്നും ഞാൻ ഇന്ന് ഭയങ്കര വോളാറ്റിലായതുകൊണ്ട്, വോളാറ്റിൽ മീൻസ് പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇത്തിരി സീനായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടില്ല ഇവിടെ വലിയ ക്യാൻഡിൽസൊക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഒരു ദിവസത്തെ ക്യാപിറ്റലടങ്ങ് കൊണ്ടുപോകും ഇത്ര 2 ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ നമുക്ക് മറികടന്ന് ഒരു പ്രോഫിറ്റിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി ഇഗ്നോറിങ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് കറക്റ്റായിട്ട് ആക്റ്റീവായിട്ടുള്ള ട്രേഡാണ് കേട്ടോ. ഇതെടുത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റിലായിരിക്കും. 150 പോയിന്റ് പോയുള്ള ട്രേഡാണ്. മിനിമം 50 പോയിന്റ് കൂട്ടിയാൽ മതി നിങ്ങൾ. ഒരു 50 പോയിന്റെങ്കിലും മിനിമം നിങ്ങൾ എടുക്കാൻ പറ്റില്ല അവർക്ക്. ഇത് ഞാൻ എടുത്തോളാൻ പറഞ്ഞിട്ടുള്ള ട്രേഡാണ്, ആക്റ്റീവാന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ള ട്രേഡാണ്. ഞാൻ ആരെങ്കിലും എടുക്കാത്തവരുടെ തിരിച്ച് കയറുന്ന സമയത്ത് ഈ ഗ്രീൻ ക്യാനിൽ ഈ റെഡ് ക്യാനിൽ കാണുമ്പോൾ നമുക്ക് പിന്നെ ട്രേഡ് എടുക്കാം. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ വൃത്തിക്ക് ചെയ്യുക. ഇതും കറക്റ്റ് ആക്റ്റീവാന്ന് പറഞ്ഞ ട്രേഡാണ്. ഞാൻ ആക്റ്റീവാന്ന് പറയുന്ന സമയത്തൊക്കെ ഈ ക്യാനിൽ ഇവിടെ തന്നെയാണ്. ഇത് ഞാൻ ആക്റ്റീവാന്ന് പറയുന്ന ഗ്രൂപ്പിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു റെഡ് ക്യാനിലാണ്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. മേടിക്കുമ്പോൾ ഒരു ലിമിറ്റിൽ മേടിക്കുക എന്നുള്ള കാര്യമുള്ള കേസ്. ഞാൻ പറഞ്ഞ 390 ലിമിറ്റ് പ്രൈസ്. ആ ലിമിറ്റ് പ്രൈസ് നിങ്ങൾ എടുക്കുക. 40 പോയിന്റ് എടുത്ത് നിന്നോളും കറക്റ്റായിട്ട്. 400 പോയിന്റ് പോലുള്ള ട്രേഡാണിത്. ഈ ട്രേഡും നേരത്തെ കാണിച്ച നിഫ്റ്റിയുടെ ട്രേഡും ഒരേപോലെയുള്ള മൊമെൻ്റാണ് കേട്ടോ. ഇത് ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റിക്ക് വരിക. ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റിക്ക് വരും. 400 പോയിൻ്റാണ് പോയിരിക്കുന്നത്. 1:10 നേരത്തെ 1:15 കേട്ടോ. അതായത് 150 പോയിന്റ്. നമ്മൾ 50 പോയിൻ്റാണ് നിഫ്റ്റിയിൽ ടാർഗറ്റ് എടുക്കുക. 150 പോയിന്റ് പോയിട്ടുണ്ട്. ഇതൊക്കെ മിസ്സായി പോയ ട്രേഡാണ് കേട്ടോ ഈ സംഭവം. ഇതൊക്കെയാണ് മിസ്സ്. എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാല് കാര്യത്തിൽ. അതാണ് പ്രശ്നം. 109 അതാണ് ഞാൻ ലെവൽ വന്നത്. കറക്റ്റ് ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് അടിയിൽ ലോസ് ചെയ്തു. പിന്നെ ഒരു ഒറ്റയടിക്ക് 50 പോയിന്റ് പോവുകയും ചെയ്തു. ഇത് 50 പോയിൻ്റാണ്. 109 to 165. 110 കൂട്ടിക്കോ, എന്നാലും 50 പോയിന്റ് 165. മനസ്സിലായില്ലേ? അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. തിരിച്ച് വരണം നേരത്തെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തിരിച്ച് വരുമ്പോൾ റിസ്ക്കാണ്. ഇവിടെ തിരിച്ച് കയറുന്നൊക്കെ ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. ഇതിനൊരു 60% പ്രോബിലിറ്റി ഉള്ളൂ തിരിച്ച് ഇങ്ങനെ വരുന്ന നേരത്തെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 60% പ്രോബിലിറ്റി ഉള്ളൂ. അതാണ് പിന്നെ ഞാൻ അത് പറയാത്തത്. ഞാൻ പിന്നെ ഈ തിരിച്ച് കയറുന്ന പരിപാടി ഇതും നടക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലൊരു 5-6 ക്യാനിലെങ്കിലും അടിയിൽ നിൽക്കണം. ഇത് 5-6 ക്യാനിലൊന്നുമില്ല, പെട്ടെന്ന് തിരിച്ച് കയറുമായിരുന്നു. അപ്പോൾ ചെറിയൊരു പ്രോബിലിറ്റി ഇവിടെ കിട്ടും കേട്ടോ. കറക്റ്റ് ലിമിറ്റിൽ നിന്ന് 109 135 വരെ പോയിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റൊക്കെ കിട്ടും, ഇല്ല ഒന്നുമില്ല. പക്ഷെ നല്ലൊരു പ്രോഫിറ്റിക്ക് പോകണമെങ്കിൽ ഇത് ഇത്തിരി നേരം അടിയിൽ ഹോൾഡ് ചെയ്തിട്ട് അടിയിലേക്ക് മുകളിലേക്ക് കയറണം. അതിന് ഉദാഹരണം ഇതാണ്. പിന്നെ ഇവിടെ നോക്കിക്കോ, കുറച്ച് നേരം അടിയിൽ നിന്ന് തിരിച്ച് കയറി എടുക്കാനിൽ വന്ന് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടും. ഇല്ലായിക്കൊന്നുമില്ല, പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ചെറുതായിരിക്കും. നല്ലൊരു പ്രോഫിറ്റിക്ക് പോകണമെങ്കിൽ ക്യാൻഡിൽസൊക്കെ കുറേ നേരം അടിയിൽ നിൽക്കണം. എന്നിട്ട് സെയിം പ്രൈസിൽ കയറി കഴിഞ്ഞാൽ സെയിം ബയേഴ്സ് അവിടെ തിരിച്ച് കയറി വന്ന് പ്രോഫിറ്റ് തന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡ്. 24,800 അത് 29 രൂപയെന്ന് 262 രൂപയിലപ്പോൾ നിൽക്കണത്. അപ്പോൾ 24,800 നമുക്ക് 48 റേഞ്ചിലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഇത് കറക്റ്റ് എടുത്തവർക്ക് നല്ലൊരു പ്രോഫിറ്റ് പോയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ട്. 25 പോയിന്റ് പോയിട്ടുള്ള ട്രേഡാണ് ഇവിടെ 48. മനസ്സിലായില്ലേ? 48 പ്രൈസിൽ 25 പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് കറക്റ്റ് കണ്ടീഷൻ ആക്റ്റീവായി ലിമിറ്റിൽ നിന്ന് പോയിട്ടുള്ള ട്രേഡ് 25 പോയിന്റ് പോയിട്ടുണ്ട്. ഈ കറക്റ്റ് അടിയിലേക്ക് വന്ന ശേഷം നമ്മൾ ഇവിടെ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 29 എന്ന് പറഞ്ഞ ലെവൽ. 29.40 29.40 മുകളിലാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആകുന്നത്. ഈ റെഡ് ക്യാനിൽ വരുന്നതോടുകൂടി ട്രേഡ് ആക്ടിവേറ്റ് ആയി 38 നമുക്ക് ട്രേഡ് കിട്ടുക. 29, 38 9 രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ 9 രൂപ ഇവിടെ ഇനി ലിമിറ്റിക്ക് വരണം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ട്രേഡ് കിട്ടില്ല. പക്ഷെ നിങ്ങൾ വേറെ ടൈപ്പിലും ചിന്തിക്കുക. ഇത് എക്സ്പയറി ഡേ ആണ്. ഈ എക്സ്പയറി ഡേയിൽ 29 രൂപയ്ക്ക് ഒരു ട്രേഡ് കിട്ടണം, അല്ലെങ്കിൽ 38 രൂപയ്ക്ക് ട്രേഡ് കിട്ടണം നിഫ്റ്റി. അത് വളരെ വില കുറവുള്ള ഒരു സിനാരിയോ ആണ് കേട്ടോ. ഒരു 10 രൂപ റിസ്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റിക്ക് വരാൻ പറ്റില്ല. നമുക്ക് അവിടെ ഒരു ലോട്ടൊക്കെ വേണമെങ്കിൽ റിസ്ക് എടുത്ത് നോക്കാവുന്നതാണ് കാര്യങ്ങൾ. ചെറിയ പ്രൈസാണ്. അപ്പോൾ ചെറിയ ലോട്ട്, ഒരു ലോട്ട് എടുക്കുക, 10 രൂപ റിസ്ക് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് കണ്ട പ്രോഫിറ്റുകളാണ്. നമ്മുടെ കണ്ടീഷൻ വന്നിട്ടില്ല. ഞാൻ പറയാറുള്ളത് 1 രൂപ 2 രൂപ മോൾ എടുക്കാനാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സിനാരിയോ നടന്നിട്ടില്ല. അങ്ങനെ എടുക്കാണ്ടിരുന്നിട്ട് മാറുന്നവരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റ് അങ്ങനെ തന്നെയാണ് പറയണത്.
റിസ്ക് എടുക്കണമെന്ന് തന്നെയാണ് പറയണത്. ഇനി അവിടെ എടുത്തിട്ട് റിസ്ക് എടുത്ത് എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ എസ് എൽ ആയി, മനസ്സിലായില്ലേ? പക്ഷേ ചെറിയ പ്രൈസാണ് എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എടുക്കാം, അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ നമുക്കുണ്ടായിരുന്നു ഈ ട്രേഡാണ് 24550B. 24550B രണ്ടും ഒരു 20 പോയിൻ്റ് പോയുള്ള ട്രേഡാണ് കേട്ടോ. ഇത് ചിലവർ ഈ ട്രേഡ് എടുത്തിട്ടുണ്ടാവും, അതായത് ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി, മുകളിലാണ് റിജക്റ്റ് ആക്കിയത്, ലിമിറ്റിലേക്ക് വന്നപ്പോൾ തന്നെ ട്രേഡ് എടുത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു 20 പോയിൻ്റ് പോയി, 25 പോയിൻ്റ്, 28 പോയിൻ്റ് സംതിങ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ റീ എൻട്രി ഞാൻ വേണ്ടായിരുന്നു. ഇനി ഇവിടെ എടുക്കാൻ പേടിയുള്ളവരുണ്ടെങ്കിൽ തിരിച്ച് കയറുന്ന സമയത്ത് റെഡ് ക്യാനിൽ എടുത്തൊന്ന് അവർക്കും കറക്റ്റ് ലിമിറ്റിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, അതും 28 പോയിൻ്റ് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ട്രേഡ്, 2 ട്രേഡ്. ഇത് ഇവിടെ എടുക്കാൻ വേണ്ടിയുള്ളവർ, പേടിയുള്ളവർ ഇവിടെ എടുത്തിട്ടുണ്ടാവും. 100 ആണ് കേട്ടോ. അത് 17 രൂപ 55 പൈസ പഠിക്കാൻ പറഞ്ഞു. പക്ഷേ സിനാരിയോ പ്രശ്നമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ക്യാനിൻ്റെ അടിയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 17 രൂപ ട്രേഡാണ്. റെഡ് ക്യാനിന് മുകളിൽ ക്ലോസ് ചെയ്താൽ അത് എടുക്കാൻ പറ്റും. അങ്ങനത്തെ സ്ഥിരമായി നടക്കാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടി വരും. 17-63 വരെ പോയുള്ള ട്രേഡാണ്. അപ്പോൾ ടോട്ടലി പറയാമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ദിവസമാണ്, പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടുമാണ്. പിന്നെ നമുക്ക് 2-3 ദിവസമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് റെഡ് ക്യാനിൽ നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ഒരു ഹൈ എൻഡിലാണ് എപ്പോഴും ക്ലോസ് ചെയ്യണത്. നമുക്കൊരു ലിമിറ്റഡ് എടുക്കാനുള്ള സെറ്റപ്പ് ഭയങ്കര കുറവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഒരു 3-4 ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ്. ലിമിറ്റഡ് എടുക്കാനുള്ള സെറ്റപ്പുകൾ ഭയങ്കര കുറവായിട്ടാണ് വരുന്നത്. അത് പ്രൈസിൻ്റെ ഒരു ഈ അഗ്രഷനാണ് കേട്ടോ. പ്രൈസ് ഇത്തിരി കൂടുതലായതുകൊണ്ടാണ് ആ സംഭവം അങ്ങനെ നടക്കുന്നത്. വോളാറ്റിലായതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളുടെ റേഞ്ചിലേക്ക് നല്ല പ്രോഫിറ്റുള്ള രീതിക്കൊക്കെ മാർക്കറ്റ് വരും. ഇതൊക്കെ അഗ്രസീവ് ട്രേഡേഴ്സിൻ്റെ സെക്ഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ചെറിയ ലോസ് എസ് എൽ ഇടുന്നതുകൊണ്ട് എനിക്ക് അഗ്രസീവായിട്ട് തോന്നുന്നു. നിങ്ങൾ വലിയ എസ് എൽ ഇടുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. എല്ലാം എടുക്കാമല്ലോ, എല്ലാം പ്രോഫിറ്റ് വരാമല്ലോ ഒക്കെ ഉള്ളവർ മൈൻഡ് വരും. അങ്ങനെ എടുക്കണമെന്നൊക്കെ അങ്ങനെ എടുക്കാം. അങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറയണമെന്നില്ല. നമുക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. വലിയ എസ് എൽ ഇടണമെങ്കിൽ വലിയ എസ് എൽ ഇടാം. അത് പക്ഷേ എന്നെ ബാധിക്കുന്ന കേസല്ല. അപ്പോൾ നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണം, ട്രേഡിങ് പഠിക്കണം. ട്രേഡിങ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളെ കൊണ്ട് ഇരുത്തി പഠിപ്പിക്കാനൊന്നും പറ്റുന്ന പരിപാടിയല്ല അവിടെ ട്രേഡിങ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ടിപ്പ് പറഞ്ഞു തരിക എന്നുള്ള കേസ് നടക്കുള്ളൂ. നിങ്ങൾ പഠിച്ചു വരണം. എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ഇരുത്തി പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയല്ല. ബേസിക്കലി അവരുടെ ട്രേഡ് എടുത്ത് അവർ മനസ്സിലാക്കണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കണത്. അപ്പോഴാണ് അവർക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ ഇരുന്ന് പറഞ്ഞെടുത്തോണ്ടൊന്നും അവർക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ അതിനേക്കാളും ഏറ്റവും വലിയൊരു കാര്യം എക്സ്പീരിയൻസാണ്. ഡെയിലി ചെയ്ത എക്സ്പീരിയൻസിലേക്ക് വരണം. എന്നാലാണ് പ്രോഫിറ്റിക്ക് വരാൻ പറ്റുള്ളൂ. ഞാനൊരു ഐഡിയ പറഞ്ഞെടുത്തുകൊണ്ട് അവരാരും പ്രോഫിറ്റിക്ക് വരില്ല. ഇനി പുതിയത് പഠിക്കാൻ ആൾക്കാർ അങ്ങനെയും വരില്ല, പ്രോഫിറ്റിക്കൊന്നും വരില്ല. നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക, നന്നായിട്ട് എക്സ്പേർട്ട് ആവുക. മനസ്സിലായാലും ഞാൻ പറഞ്ഞ സാധനം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള കേസാണ്. അങ്ങനെ കറക്റ്റ് യൂസ് ചെയ്താലാണ് പ്രോഫിറ്റിക്ക് വരാൻ പറ്റുള്ളൂ. അതുവരെ സ്ട്രഗ്ലിങ് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ടൈമിങ് നോക്കി. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ സ്ട്രഗ്ലിങ് ചെയ്യും. കാര്യമായിട്ടാണ് പറയണത്. ട്രേഡിങ് പഠിച്ച് നിങ്ങൾക്കൊരു ലെവലെത്തി, നിങ്ങളൊരു കറക്റ്റായിട്ടൊരു സെറ്റായെന്നുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ് ഈ സംഭവത്തൊന്ന് ഈസിയായിട്ട് കാശ് ഉണ്ടാക്കാം. മനസ്സിലായാലും ഈസിയാണ് കാര്യം. പക്ഷെ നിങ്ങൾക്ക് ഒരു സെറ്റായിട്ടില്ല, നിങ്ങളൊരു 70% പോലും നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇപ്പോഴും പ്രോഫിറ്റ് പോട്ടെ, നിങ്ങൾക്കിത് മനസ്സിലാവണില്ല, കണ്ടീഷനിൽ എടുക്കാൻ പറ്റില്ല, ടൈമും കിട്ടണില്ല. അങ്ങനത്തെ ലെവലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടൈം എടുക്കും നല്ല രീതിക്ക് ഇതിൽ പ്രോഫിറ്റായി വരാൻ. ഇത് പ്രോഫിറ്റായി മനസ്സിലായി ഈസിയായിട്ട് എടുക്കാം എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് വളരെ ഈസിയായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഈസിയായിട്ട് പ്രോഫിറ്റ് കിട്ടും. ഒരു ട്രേഡ് എസ് എൽ അടിച്ചാലും 10 ട്രേഡ് നിങ്ങളൊപ്പം കൂടാക്കും. മനസ്സിലായില്ലേ? എൻ്റെ സ്ട്രാറ്റജി അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കഷ്ടപ്പാട് പെടേണ്ടി വരും. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ വെള്ളിയാഴ്ച ലാസ്റ്റ് ഡേ ആണ്. മാക്സിമം നല്ല ട്രേഡുകൾ കിട്ടുമോ നോക്കി നോക്കാം. മാക്സിമം നല്ല ടാർഗറ്റുകൾ വരട്ടെ നാളത്തെ ദിവസം. എല്ലാവർക്കും നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.